ബന്ധത്തെ തകർക്കുന്ന സർവ്വതിനെയും നമുക്ക് പ്രലോഭനങ്ങളായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പൊ ഈ പ്രലോഭനങ്ങളെ, വിശ്വാസത്തിനെതിരായി കടന്നു വരുന്ന സാഹചര്യങ്ങളെ തരണം ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പരമപ്രധാനമായിട്ടുള്ള കാര്യം പ്രാർത്ഥനയാണ്. നാം ഇന്ന് പ്രത്യേകമായി ഇടവക ഒന്ന് ചേർന്ന് തിരുനാൾ ആഘോഷിക്കുകയാണ്. പ്രാർത്ഥനയുടെ നല്ല നിമിഷങ്ങളിലൂടെ ഒരു സാക്ഷ്യം നൽകി മുന്നോട്ട് കടന്നു പോകും. അപ്പൊ പ്രാർത്ഥനയിൽ ആഴപ്പെടാനായിട്ടുള്ള വലിയ ഒരു ദൗത്യം ഇന്ന് ഈ തിരുനാള് നമുക്ക് പങ്കുവെച്ച് നൽകുകയാണ്. അങ്ങനെ പ്രാർത്ഥനയിൽ ആഴപ്പെട്ടാൽ പ്രലോഭനങ്ങളെ തരണം ചെയ്ത് വിശ്വാസത്തിൽ ആഴപ്പെട്ട് തമ്പുരാനോടൊപ്പം ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് വചനത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പഴയ നിയമത്തിലൂടെ നാം ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് പ്രലോഭനങ്ങളെ തരണം ചെയ്ത് തന്റെ ജീവിതത്തിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് നീങ്ങി ജീവിച്ച ഒരു മനുഷ്യനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ വിശ്വാസികളുടെ പിതാവ് എന്നുള്ളതാണ്. അബ്രഹാമിന്റെ ജീവിതം നാം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന, തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് വചനത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ദിവസങ്ങളിലൊക്കെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പൊ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ആഴപ്പെടുന്ന ഒരു അബ്രഹാം, നിരന്തരം പ്രാർത്ഥനയിൽ ആഴപ്പെടുന്ന ഒരു അബ്രഹാമിനെ വചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, വീണ്ടും നാം മുന്നോട്ട് കടന്നു പോകുമ്പോൾ പുറപ്പാടിന്റെ